ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന പോളിടെക്നിക് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതേപോലെ ടെക്നിക്കൽ സ്കൂളുകൾ, ജനറൽ സ്കൂളുകളിലേക്കുള്ള മെക്കാനിക്കൽ ബ്രാഞ്ചിൻ്റെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 തസ്തികകളുടെ നോട്ടിഫിക്കേഷൻ വരാറായോ, പഠിച്ചു തുടങ്ങേണ്ട സമയമായോ, ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോച്ചിങ് അവൈലബിൾ ആണോ എന്ന് തുടങ്ങിയ കുറേ അധികം എൻക്വയറീസ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും യൂട്യൂബ് സ്പേസിലൊക്കെ നിരന്തരം നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ക്വയറീസും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ലാസ്റ്റ് ടൈം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2022 ജാനുവരിയിലായിരുന്നു. ഒരു മെയ് ജൂൺ ടൈമിൽ PSC ഇതിൻ്റെ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ ഏകദേശം ഒരു 5 to 6 months ആണ് കിട്ടിയത്. ലാസ്റ്റ് ടൈം നമ്മൾ ഇതിൻ്റെ കോച്ചിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയൊരു മികച്ച റിസൾട്ടാണ് നമുക്കിത് കിട്ടിയത്. ലാസ്റ്റിൽ നമ്മൾ ആ റിസൾട്ടുകളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവാണ്. 41,300 to 87,000 ആണ്. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് എഴുതാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ BTech ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള BTechകാർക്കും എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്നിക്കൽ സ്കൂളുകളിലും പോളിടെക്നിക് കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ജനറൽ സ്കൂളുകളിലും നമ്മളിത് 4 തസ്തികകളാണ്. 4 തസ്തികകളിൽ PSC ഒറ്റ എക്സാമാണ് നടത്തുന്നത്. ഇനിയും ലാസ്റ്റ് ടൈമിൽ ഏകദേശം 10,000 ഉദ്യോഗാർത്ഥികളായിരുന്നു ഈ എക്സാം എഴുതിയത്. അതിൽ PSC ഇതിൻ്റെ എക്സാം നടത്തിയതിന് ശേഷം 2024 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ 112 പേർക്ക് ഇതിന് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 214 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ നിന്നും 112 ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ട്, ജോലി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു അവസരമാണ്. ഇനിയും ഇതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാറായോ? ഇപ്പോൾ PSCയുടെ റീസെൻറ്റ് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ ഒരു 1.5 വർഷം ശേഷം PSC എന്ത് ചെയ്യും, പുതിയ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, പുറപ്പെടുവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. വളരെ താമസിക്കാതെ തന്നെ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എക്സാം ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 2026 തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനും എക്സാമും നടക്കുമെന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനിയും ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോച്ചിങ് അവൈലബിൾ ആണോ? അതിനു മുമ്പ് ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി ഒരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യ PSC എക്സാംസാണ് എഴുതാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സിലബസിനെ പറ്റി ഒരു ഐഡിയ കാണത്തില്ലായിരിക്കും, ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടതെന്നൊരു ഐഡിയ കാണത്തില്ലായിരിക്കും, സിലബസിലെ ഓരോ സബ്ജക്ട്സും എത്രത്തോളം ഡെപ്തിലാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, അതേപോലെ മാർക്കിൻ്റെ വെയിറ്റേജിനെ പറ്റി നിങ്ങൾക്ക് ക്ലാരിറ്റി കാണത്തില്ലായിരിക്കും, PSCയുടെ പുതിയ ചോദ്യ പാറ്റേണെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കാണത്തില്ലായിരിക്കും. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്സ് ഒരു വെബിനാർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ആ വെബിനാറിൽ നമ്മളിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ലൈവ് വെബിനാറാണ്. നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്സിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുക ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനിയും ലാസ്റ്റ് ടൈം നമ്മൾ ഇതിൻ്റെ കോച്ചിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയൊരു വിജയം നമുക്ക് നേടാൻ സാധിച്ചു. ഇനിയും പുതിയ ബാച്ച് നമ്മൾ പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഏണസ്റ്റ് അക്കാഡമി കഴിഞ്ഞ 5 വർഷം മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന IT ക്വാളിഫിക്കേഷൻ മുതൽ ഡിപ്ലോമ, BTech, അതേപോലെ തന്നെ MTech ക്വാളിഫിക്കേഷനുള്ള എല്ലാ എക്സാമുകളുടെയും കോച്ചിങ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ലിസ്റ്റ് കേരള PSC പബ്ലിഷ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിച്ചത്, ടോപ്പ് റാങ്കുകളെല്ലാം അതിൽ നമുക്ക് നേടാൻ സാധിച്ചു. പോളിടെക്നിക് ലെക്ചറിൻ്റെ 2nd റാങ്ക് നമുക്ക് നേടാൻ സാധിച്ചു. അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ 1st റാങ്ക്, ഇനിയും ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റിൻ്റെ 1st റാങ്ക്, 2nd റാങ്ക്, 5th റാങ്ക്, ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണറിൻ്റെ 1st റാങ്ക്, 2nd റാങ്ക്, 4th റാങ്ക്, ട്രേഡ്സ്മാൻ ടർണിങ്ങിൻ്റെ 2nd റാങ്ക്, 3rd റാങ്ക്, ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ 2nd റാങ്ക്, 5th റാങ്ക്, 6th റാങ്ക്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ടോപ്പ് റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചു. വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടറിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പ് റാങ്കുകൾ നേടാൻ സാധിച്ചു. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയുടെ 1st റാങ്ക് നേടിയത് മുഹമ്മദ് ഷമീമായിരുന്നു. അതേപോലെ തന്നെ പോളിടെക്നിക് ലെക്ചർ 2nd റാങ്ക് നേടിയതും മുഹമ്മദ് ഷമീം തന്നെയായിരുന്നു. ഇനിയും ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. അതിൻ്റെ 1st റാങ്ക്, 2nd റാങ്ക്, 4th റാങ്ക്, 5th റാങ്ക്, 6th റാങ്ക്, 7th റാങ്ക്, 9th റാങ്ക്. അപ്പോൾ ആദ്യ 10 ഒരു 7 റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചു. ഇനിയും ട്രേഡ്സ്മാൻ ടർണിങ് നോക്കുവാണെങ്കിലും ഇതേപോലെ തന്നെ ടോപ്പ് റാങ്കുകൾ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ട്രേഡ്സ്മാൻ
മെഷീനിസ്റ്റിൻ്റെ 20 പേരുള്ള മെയിൻ ലിസ്റ്റിലെ ടോപ്പ് റാങ്കുകളെല്ലാം നമുക്ക് നേടാൻ സാധിച്ചു. 1st, 2nd, 5th, 6th, 8th, 9th തുടങ്ങിയ എല്ലാ റാങ്കുകളും നമുക്കാണ് നേടാൻ പറ്റിയത്. ഇനിയും നിങ്ങൾ ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കോ, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കോ, അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ്. ഈ റാങ്ക് ലിസ്റ്റുകളിലെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ അനസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു ടോപ്പ് റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള സ്റ്റുഡൻസ് അവരുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി അനസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും നൽകി വരുന്നത് നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെയും മെൻറ്റേഴ്സിൻ്റെയും കൂട്ടായിട്ടുള്ള ഒരു ശ്രമമാണിതെല്ലാം. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തുകൊണ്ടും നല്ലൊരു കോച്ചിങ്ങിനുള്ള ഏറ്റവും നല്ലൊരു പ്ലേസ് ആയിരിക്കും അനസ്റ്റ് അക്കാഡമി. നിങ്ങളുടെ സ്വപ്ന ജോലിയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും മെൻറ്റേഴ്സും ഫാക്കൽറ്റീസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.